ആകാശവാണി നമസ്കാരം. സേവാപർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന ചർച്ചാ പരമ്പരയിലേക്ക് സ്വാഗതം. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ പരിഷ്കാരങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായരാണ്. സ്വാഗതം. നമസ്കാരം. ഞാൻ സ്മിതി M. പള്ളുരുത്തി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മുന്നേറ്റങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും അടുത്ത കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാനാവാതിരുന്ന അത്ര നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. രാജ്യം ഇങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ അതെന്ത് മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്? അതേപ്പറ്റി നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കാം. ഏത് രാജ്യത്തിൻ്റെയും ഒരു പുരോഗതി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പറയുമ്പം നമ്മൾ നോക്കുന്നത് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, പവർ, നല്ല റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി, ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ചൈന എടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ ഗ്രോത്ത് വന്നത് മൊത്തം അതില്ല. കുറച്ച് നാൾ നമ്മൾ ബാക്കിലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ നല്ല മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇന്ത്യയുടെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പം നമ്മുടെ റോഡ് കണക്ടിവിറ്റി ഇപ്പം അവർ ഇട്ടിരിക്കുന്ന ഒരു ടാർഗറ്റ് 20,000 കിലോമീറ്റേഴ്സിൻ്റെ റോഡ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ റോഡ് കണക്ടിവിറ്റി വരുമ്പോൾ തന്നെ ആ രാജ്യം വികസിക്കുകയാണ്. ഇപ്പോൾ ഒരു രാജ്യം വികസിക്കണമെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. പക്ഷേ ആൾക്കാർ മൂവ് ചെയ്യുന്ന മുമ്പ് അവർക്ക് ബേസിക് റിക്വയർമെൻ്റ് ആണ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, വീട്. നമ്മൾ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പം ഒരു മനുഷ്യന് വേണ്ടി വരുന്നത് ഒരു വീട് വേണം. അഫോർഡബിൾ ഹൗസിംഗ് എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമിൽ 5 ലക്ഷം വീടൊക്കെയോളം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഫോർഡബിൾ ഹൗസിംഗ് ഒരു വൺ സൈഡ് ടു അഡ്രസ് ദി ഹൗസിംഗ് റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത് ഈ ഇരിക്കുന്ന പോപ്പുലേഷന് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക, അതിന് പവർ സപ്ലൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ എല്ലായിടത്തും കേബിൾ എത്തിക്കാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി ലൈൻ എത്തിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ സോളാറിലോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു 3rd ലാർജസ്റ്റ് ഇക്കണോമി പവർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത് എത്താനുള്ള കാരണം ആദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്യൂസ് മൊത്തം നമ്മൾ അഡ്രസ്സ് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടോട്ടലായിട്ട് അഡ്രസ്സ് ചെയ്ത് നമ്മൾ ഇനി ബാക്കിയുള്ള ഗ്രോത്തിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ 1996 മൊബൈൽ ഫോൺ വരുന്നത്. 96 മൊബൈൽ ഫോൺ വന്ന ശേഷം നമ്മൾ അമേരിക്കൻ ടെക്നോളജിയെക്കാളും കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഇന്ത്യ. നമ്മൾ 5Gയിലോട്ടായി. ഇപ്പോൾ പല വീട്ടിലും നമ്മൾ നോക്കുമ്പം ലാൻഡ് ലൈൻ വരെ ഇല്ലാതാവുന്നു. കാരണം ആൾക്കാർ ഇപ്പോൾ മൊബൈൽ ഫോൺ വെച്ചാൽ മാനേജ് ചെയ്യുക. അപ്പം ആ മൊബൈൽ ഫോൺ വന്നപ്പോൾ എന്ത് പറ്റി? സ്പീഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. പണ്ടൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കാര്യം വീട്ടിൽ അറിയിക്കണമെങ്കിൽ എവിടെയെങ്കിലും റോഡിൽ കൂടെ പോകുമ്പം ടെലിഫോൺ ബൂത്ത് കണ്ടിട്ട് നിർത്തി അവിടെ വിളിച്ച് STD വിളിച്ചൊക്കെ വേണം പറയാം. ഒരു കാലത്ത് ടെലിഫോൺ വിളിക്കുമ്പോൾ പോലും ട്രങ്ക് കോൾ ബുക്ക് ചെയ്യുക, പിന്നെ അതിന് ലൈറ്റിംഗ് കോൾ ആക്കുക, അത് കഴിഞ്ഞിട്ടാണ് മറ്റ് കോൾസ് വരുന്നത്. ആ കാലമൊക്കെ മാറി. നമ്മൾ യാത്ര ചെയ്യുന്ന കാറിലിരുന്ന് തന്നെ നമുക്ക് ഒരു സാധനം കൺവേ ചെയ്യാൻ പറ്റുന്നു. ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ കാറിലിരുന്ന് തന്നെ ചെയ്യുന്നു. നമുക്ക് ഒരു ബാങ്കിന് നമ്മുടെ അക്കൗണ്ടിന് വേറെ ആൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നോക്കുമ്പം നമ്മൾ ഫാർ ഹെഡാണ്. ഡിജിറ്റലി വി ആർ ഫാർ ഹെഡ്. നമ്മൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ നമ്മൾ ഒരു നോർമലായിട്ടുള്ള ഒരു കടയിൽ പോയാലും അല്ലെങ്കിൽ നമ്മൾ ഒരു വഴിയോടെ കച്ചവടക്കാരെ കണ്ടാലും അവരെല്ലാം മൊബൈൽ ഫോൺ വെച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവലിലോട്ട് എത്തി നമ്മൾ. അതൊരു ലക്ഷറി ഐറ്റമായിട്ട് മാറിയിട്ടില്ല. ഇപ്പം നമ്മൾ വരുന്ന നെസസിറ്റിയാണ്. അപ്പോൾ നെസസിറ്റിയുടെ ഭാഗമായി വരുമ്പം ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻ ഓൺ ദ ബോർഡായി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ പറ്റില്ല. കാരണം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വരുന്നു. അപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നു. OTP വരുന്നു. ആ OTP വെച്ച് ട്രാൻസ്ഫർ നടത്തുന്നു. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നമ്മൾ വി ഹാവ് ഗ്രോൺ ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. നല്ല രീതിയിലൊരു വ്യത്യാസം വരുത്തി. ആ നല്ല രീതിയിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ ഗ്രോത്ത്. നമ്മൾ GDP ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആണ് ഗ്രോത്ത്. ബാക്കി കൺട്രീസ് നോക്കുമ്പോൾ നമ്മൾ ഫാർ സ്റ്റേബിളാണ്, പൊളിറ്റിക്കലി സ്റ്റേബിളാണ്. ഈവൻ ഒരു യുദ്ധം വന്നപ്പോൾ പോലും എല്ലാവരും വിചാരിച്ചു നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകുന്നു. നമ്മൾ സ്റ്റേബിളായിരുന്നു. സോ വി വർ ഡൂയിങ് വെൽ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആയി വരുന്നുകൊണ്ടിരിക്കുക ഡേ ബൈ ഡേ. പിന്നെ ആസ് എ കൺട്രി ഇന്ത്യയുടെ റെസ്പെക്ട് ഇൻ ദ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഹാസ് ഗോൺ അപ്പ്. നമ്മളിപ്പം പല രാജ്യത്ത് വിസിറ്റ് ചെയ്യുമ്പം പണ്ട് ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഇന്ത്യയിൽ പട്ടിണി പാവങ്ങളാണ്, ഒരു സ്റ്റേക്ക് ചാമേഴ്സ് കൺട്രിയാണ്. അത് മാറി ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് എന്നാൽ ഇന്ത്യയുടെ റെസ്പെക്റ്റ് കൂടി. എല്ലാ രീതിയിലും നമുക്ക് നോക്കുമ്പോൾ വി ആർ ഡൂയിങ് വെരി വെൽ. അപ്പോൾ അടിസ്ഥാന സൗകര്യം കൂടിയ കൊണ്ടാണല്ലോ ഇതൊക്കെ വരുന്നത്. ഇപ്പോൾ ആൾക്കാർ യാത്ര ചെയ്യുന്നു. ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് നന്നായി കൂടിയിട്ടുണ്ട്. കാശ്മീർ അടുത്ത കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർ കാശ്മീരിൽ പോകാത്ത ആൾക്കാർ കാശ്മീരിൽ പോകാൻ തുടങ്ങി. കാരണം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ട്രാവൽ ബിക്കെയിം വെരി ചീപ്പ്. എയർപോർട്ട്സ് നല്ല രീതിയിൽ കണക്ടിവിറ്റി കൂടി. ഉഡാൻ സ്കീം വന്നപ്പോൾ പല എയർപോർട്ട്സും ഇതിലോട്ട് വന്നു. വി ആർ കണക്റ്റഡ് ടു എവറി നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി കൺട്രി. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നു. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ അകത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. കാര്യം എല്ലാവർക്കും സ്പീഡിൽ ട്രാവൽ ചെയ്യണം. എല്ലാവർക്കും ഒരിടത്ത് വേറൊരിടത്ത് എത്താനായിട്ട് സ്പീഡിൽ പോയേ പറ്റും. അപ്പോൾ സ്പീഡ് ട്രാവൽ വന്നപ്പം എല്ലാവരും അത് യൂസ്ഡായി. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ കാറ് വിട്ടിട്ട് ട്രെയിനിൽ കയറി വന്ദേ ഭാരത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ. ഫ്യൂവൽ എക്സ്പെൻസസ് കുറയുന്നു, കാർബൺ ഫുട്ഫോൾസ് കുറയുന്നു, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അകത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. എല്ലാ രീതിയിലും നമ്മൾ നോക്കുമ്പം ഫണ്ടമെൻ്റലി അടിസ്ഥാന സൗകര്യം നന്നായി കൂടിയിട്ടുണ്ട്. ഇനിയുണ്ട് ചെയ്യാൻ. നമ്മൾ വലിയൊരു കൺട്രിയാണ്. ഇത് ഫുള്ളായിട്ട് പൂർത്തീകരിക്കുമ്പം തീർച്ചയായിട്ടും ഡെവലപ്ഡ് കൺട്രിയുടെ സ്റ്റേജിലോട്ട് എത്തും.
ഇങ്ങനെയുള്ള പദ്ധതികളുടെ എല്ലാം ഗുണം വലിയ തലത്തിൽ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അവരുടെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യമായ വീട്. ഈ വീട് നിർമ്മിക്കുവാനായിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വലിയ സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതേപ്പറ്റി കൂടി നാം ചർച്ച ചെയ്യേണ്ടതല്ലേ? നമ്മൾ അഫോർഡബിൾ ഹൗസിംഗ് ആണ്. നമ്മൾ ഇതിൽ 2 ടൈപ്പ് ഹൗസിംഗ് ആണ്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഹൗസിങ്ങും അഫോർഡബിൾ ഹൗസിംഗ്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഹൗസിങ്ങിൻ്റെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് സ്കീംസ്. അപ്പോൾ കേരളത്തിലാണ് നമ്മൾ ലൈഫ് മിഷൻ. അഫോർഡബിൾ ഹൗസിംഗ് കൊടുക്കുന്നത് കൂടുതലും നമ്മൾ കാണുന്നത് പ്രൈവറ്റ് ബിൽഡേഴ്സാണ്. പ്രൈവറ്റ് ബിൽഡേഴ്സ് കാറ്റഗറിക്കകത്ത് അതിന് ഇൻസെൻറ്റിവൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഫോർഡബിൾ ഹൗസിംഗ് പ്രോജക്ട്സ് കൊടുക്കുമ്പം അവർക്ക് 5 years ടാക്സ് എക്സംഷൻസ്, ടാക്സ് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ അഫോർഡബിൾ ഹൗസിംഗ് വലിയ രീതിയിൽ ഇന്ത്യയിൽ നമുക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഇസ് ബിക്കം എ ബിഗ് ഹിറ്റ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒറ്റ പ്രോബ്ലം, കേരളത്തിൽ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് സൈസസ് എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് ഏരിയ നമ്മൾ നോക്കുമ്പം നമ്മൾ 500-600 സ്ക്വയർ ഫീറ്റിലൊന്നും ആൾക്കാർ വീട്ടിൽ താമസിക്കില്ല. അപ്പോൾ കേരളത്തിൽ 900 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു സാധനമായിരിക്കണം ഇത്. അപ്പോൾ അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് കേരളത്തിൽ നമുക്കുണ്ടെങ്കിലും ഇന്ത്യയിൽ ഈ പറഞ്ഞിരിക്കുന്ന അഫോർഡബിൾ ഹൗസിംഗ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കൂടി ഒഴിച്ചു നിർത്താനാകില്ല. പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്കെല്ലാം വഴി തുറന്നത് ഇങ്ങനെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാൻ വഴിയൊരുക്കിയതല്ലേ? അത് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ബേസിക്കലി ഡയറക്റ്റ് ട്രാൻസ്ഫർ അക്കൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് വരുന്നത് കൺസേൺ ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് തന്നെ ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കുള്ള മിഡിൽ മാൻ ഇല്ല. പണ്ട് ഗവൺമെൻറ് ഉണ്ടാകുന്ന പല സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഉണ്ട്. ആ സ്കീംസിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ എടുക്കേണ്ടി വരുമ്പം ആൾക്കാർ പല മിഡിൽ മാനിനെ താങ്ങേണ്ടി വരുന്നു. അത് മാറ്റിയിട്ട് ഗവൺമെൻറ് ഡയറക്റ്റായിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ ടു ദി ബാങ്ക് ആക്കി, ടു ദി കൺസേൺ പേഴ്സൺ. അപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സ്കീംസിൽ കിട്ടേണ്ട ബെനിഫിഷ്യറീസ് ബേസിക്കലി സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഗവൺമെൻറ് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് വന്നപ്പോൾ എന്ത് പറ്റി, ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപയുടെ സേവിങ്സ് ഉണ്ടായിരിക്കുന്നു ഗവൺമെൻറ്റിന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആൾക്കാർ 1 ലക്ഷം കോടിയോളം രൂപയുടെ പൈസ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഡയറക്റ്റ് ട്രാൻസ്ഫർ ബെനിഫിറ്റ് വന്ന ശേഷം ദർ ഇസ് ലോട്ട് ഓഫ് ചേഞ്ച്. അതുകൊണ്ട് അതിൽ എനിക്ക് തോന്നുന്നു അത് ഗവൺമെൻറ് തന്നെ ആൾക്കാരെ അതിലോട്ട് ആകർഷിപ്പിച്ചു എന്നുള്ളതാണ്. കാര്യം ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ തുടങ്ങി. ഡിജിറ്റൽ ട്രാൻസ്ഫേഴ്സാണ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിൽ മൊത്തം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ കുറവാണ്. ഇപ്പോൾ എല്ലാം മൊബൈൽ ഫോൺ വഴിയല്ല. ഇപ്പോൾ ഡിജിറ്റലൈസ്. ഇപ്പോൾ നമ്മൾ തട്ടുകടയിൽ ചെന്നാൽ എല്ലായിടത്തും QR കോഡല്ലേ ഉള്ളത്. ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോൾ QR കോഡ് വഴിയല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ QR കോഡ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഒരു സാധാരണക്കാരന് പോലും QR കോഡ് എന്താണെന്ന് അറിയാം. എത്ര ലിറ്ററസി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഈ ടെലിഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ബുദ്ധി എല്ലാവർക്കും ഉണ്ടായി. എല്ലാവർക്കും ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ എവിടെ പോയാലും ഈ ട്രാൻസ്ഫർ ചെയ്യാൻ എല്ലാ ബാങ്കുകാരും പല സ്ഥലത്തും QR കോഡിൻ്റെ ടേബിൾ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് സംതിങ് വിച്ച് നമ്മൾ ഒരിക്കലും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും നമുക്ക് ആർക്കും ഒരു സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യം നമുക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നപ്പം പറയായിരുന്നു, ഐ വാസ് സർപ്രൈസ്. ഞാൻ ഒരു വില്ലേജിൽ പോയപ്പോൾ അവിടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയപ്പം ഇറ്റ് ഈസ് അവൈലബിൾ. മറ്റത് പറ്റില്ല. അവർ വേറൊരു സിറ്റിയിലോ ടൗണിലൊക്കെ പോയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. മണി എക്സ്ചേഞ്ച് പോലും ചെയ്യാൻ പറ്റില്ല. ഇപ്പം മൾട്ടി കറൻസി കാർഡ്സ് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന കാലമാണ്. PM ഗതിശക്തി നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു മുന്നേറ്റമായിരുന്നു. ഇതേപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? ഇത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്? അല്ല, ഗതിശക്തി നമ്മൾ നോക്കുമ്പോഴേ 100% നമുക്ക് നമ്മുടെ ഇതിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ട്, ഇപ്പം റോഡ് ട്രാൻസ്പോർട്ട് കേരളത്തിൽ 43,000 ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. അതിൽ 4,300 പേര് മരിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്തുവാണ്? നമുക്ക് റോഡിൻ്റെ വീതിയില്ല, നമ്മൾ റോഡിൽ ട്രാഫിക് കൂടിയിട്ടുണ്ട്. ഇപ്പം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീം വന്ന ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈവേ 60 മീറ്റർ പോകേണ്ട ഒരു ഹൈവേ നമ്മൾ 45 മീറ്ററിൽ ഒതുക്കേണ്ടി വന്ന കേരളത്തിലെ ഒരു ഭൂമിയുടെ ലഭ്യത കുറവുണ്ടാണ്. പക്ഷേ ഈ ഹൈവേസ് വരുമ്പം ആക്സിഡൻറ്റ് റേറ്റ് കുറയും. ഇപ്പം നമ്മൾ ഇന്ന് ശരാശരി എനിക്ക് തോന്നുന്നത് ഒരു 11 പേരോളം മരണപ്പെടുന്നുണ്ട് പെർ ഡേ ഒരു ആക്സിഡൻറ്റിൽ. അത് വരുന്ന റീസൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ റോഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻകേപ്പബിലിറ്റിയാണ്. അതിപ്പോൾ മാറി. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീം വന്ന ശേഷമാണല്ലോ നമുക്കിപ്പോൾ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡ് വരുന്നു. 4 വരി പാതയാണ്. അപ്പോൾ 4 വരി പാത വരുമ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് റേറ്റ്സ് കുറയുന്നു, ഫ്യൂവൽ കോസ്റ്റ് കുറയുന്നു. കാര്യം നമുക്ക് ഒരിടത്ത് ട്രാഫിക് ജാംസ് മുടക്കുന്നില്ല. ട്രാഫിക് ബ്ലോക്ക്സ് വരാത്ത എന്തുകൊണ്ടാണ്? ബിക്കോസ് റോഡിൻ്റെ വീതി കൂടുന്നു. അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീം. നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റി നമുക്ക് പമ്പ് ചെയ്യുന്ന മണി നമുക്ക് കേരളത്തിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ എമൗണ്ട്. ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം മുതൽ പുതിയ റോഡ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ അത് ഫണ്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് കഴക്കൂട്ടം മുതൽ കാറോഡ് വരെ റോഡ് പോയി 4 വരി പാതയാണ്. അതിപ്പം പോയി കാവൽ കിണർ കയറുന്നു. അതെല്ലാം കിണറുമ്പോൾ നമുക്ക് എത്രയോ ടൗൺ ബൈപ്പാസ് ചെയ്ത് നമുക്ക് ട്രാവൽ ടൈം കുറയ്ക്കുന്നു, ഫ്യൂൽ കൺസംഷൻസ് കുറയ്ക്കുന്നു, ട്രാഫിക് ബ്ലോക്ക്സ് അവോയ്ഡ് ചെയ്യുന്നു, ആക്സിഡൻറ്റ് റേറ്റ്സ് കുറയ്ക്കുന്നു. ഇതാണ് മെയിനായിട്ടുള്ളത്. അത് നന്നായി നടക്കുന്നുണ്ട്. വളരെ അടുത്ത കാലത്ത് വരെ
വിമാനയാത്ര എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു. അപ്പർ മിഡിൽ ക്ലാസ്സിന് തന്നെ വിമാനയാത്ര വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉഡാൻ പദ്ധതിയെല്ലാം വഴി എല്ലാവർക്കും വിമാനത്തിൽ യാത്ര ചെയ്യാൻ, അതും ചെറുപട്ടണങ്ങളെ ബന്ധിപ്പിച്ചുള്ള വിമാന സർവീസ്, അതൊക്കെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഗുണപരമായ മാറ്റമല്ലേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ഉഡാൻ സ്കീം എന്ന് പറയുന്നത് അൺടാപ്ഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് എയർപോർട്ട് ഫെസിലിറ്റി കൊടുക്കുന്നുള്ളതാണ്. ആ എയർപോർട്ട് ഇൻസെൻറ്റിവൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഉഡാൻ സ്കീം. അവിടെ പോകുന്ന ഫ്ലൈറ്റ്സ് ഇറങ്ങുന്നതും അവിടെ പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഫെയർസ് എല്ലാം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഉഡാൻ സ്കീമിൽ വന്ന ശേഷം നമ്മൾ പല എയർപോർട്ട്സും ഉഡാൻ സ്കീമിൽ പെട്ട എയർപോർട്ട്സ് എല്ലാം എയർ ഫെയർ നന്നായി കുറച്ചിട്ടുണ്ട്. കാരണം ആ ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഇൻസെൻറ്റിവൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നത്തെ കാര്യം, നമുക്ക് ഒരിടത്ത് ഷോർട്ട് ടൈമിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ടൗൺ, ആ പട്ടണത്തിൽ പോകാനായിട്ട് ഉഡാൻ സ്കീം വന്ന ശേഷം ഇന്ത്യയിലും മിക്ക ടൗൺസും അല്ലെങ്കിൽ മിക്ക സിറ്റീസും നമുക്ക് പോയി ഉഡാൻ സ്കീമിൽ പറ്റിയിട്ടുണ്ട്. ആ ഉഡാൻ സ്കീം വഴി പോകുന്നതുകൊണ്ട് ഫെയർ കുറവാണ്, ആൾക്കാർ ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്. ഉഡാൻ സ്കീം ഈസ് എ വെരി ഗുഡ് സ്കീം. അതിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഇൻസെൻറ്റിവൈസ്, കാര്യം ഒരിക്കലും ഒരു പ്ലെയിൻ വഴി ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത ആൾക്കാർ ഇപ്പോൾ പ്ലെയിനിൽ കയറി പോകുന്നു. അത് ഉഡാൻ സ്കീമിൻ്റെ ഒരു ഇഫക്റ്റാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏത് മുക്കിലും മൂലയിലും എല്ലാ സ്ഥലത്തും എയർപോർട്ട്സ് ഉണ്ട്, എയർ സ്ട്രിപ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പദ്ധതികളുടെ എല്ലാം ഗുണം വലിയ തലത്തിൽ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുണ്ട്. ഇത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്? അല്ല, ഇത് ഇങ്ങനെയുള്ള സ്കീംസ് വരുമ്പോൾ എന്ത് പറ്റുന്നറിയാം, നമ്മൾ അടിസ്ഥാന സൗകര്യം കൂടുമ്പം ഈ റൂറൽ എർബൻ ഡിവൈഡ് കുറയും. അപ്പോൾ റൂറൽ ഏരിയയിലെ ആൾക്കാർ എർബൻ ഏരിയയിലോട്ട് മാറും. കാരണം ഇപ്പോൾ അവർ റൂറൽ ഏരിയ കിടക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കണക്ടിവിറ്റി, ഇങ്ങനെയുള്ള റോഡ്സ്, റെയിൽവേ, ഇപ്പോൾ ഉഡാൻ സ്കീംസൊക്കെ വരുമ്പം ആൾക്കാർ റൂറൽ ഏരിയയിൽ നിന്ന് മാറി അത് പതുക്കെ അവർ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഒരു എർബൻ ഏരിയയിലോട്ട് മാറും. സോ ദർ ഈസ് എ മൈഗ്രേഷൻ ഫ്രം റൂറൽ ഏരിയ ടു ദ എർബൻ സ്കീം. ഇത്രയും നാൾ നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും റൂറൽ ഏരിയ ആണുള്ളത്. അപ്പോൾ റൂറലിന് മാറി നമ്മൾ എർബൻ ആകുമ്പോൾ നമ്മൾ ബിക്കം എ ഡെവലപ്ഡ് കൺട്രിയായി മാറും. അതിൻ്റെ ലക്ഷ്യത്താണ് നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എനിക്കൊന്ന് ഈ വന്നിരിക്കുന്നത് ഇപ്പോൾ വികസിത് ഭാരതിൻ്റെ ഭാഗമായിട്ട് വെരി ഷോർട്ട്ലി നമ്മൾ വികസിത് ഭാരതിനുള്ളതല്ല, നമ്മൾ വികസിത് ഭാരത് എന്ന് പറയുന്നത് വി ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എ വെരി ഡെവലപ്ഡ് കൺട്രി. ദർ ഇസ് എ ഷിഫ്റ്റ് ഫ്രം റൂറൽ പോപ്പുലേഷൻ ടു ദ അർബൻ പോപ്പുലേഷൻ. അത് വരും, അത് സംശയമേ ഇല്ല. എല്ലാ സംസ്ഥാനവും വികസിച്ചാലും മാത്രമേ വികസിത് ഭാരത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വികസിത് കേരള വരണമെങ്കിൽ വികസിത് തിരുവനന്തപുരം വരണം. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം വികസിച്ചാലേ കേരളം വികസിക്കുകയുള്ളൂ. കേരളം വികസിച്ചാലേ വികസിത് ഭാരത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ സംസ്ഥാനവും ഇതുപോലെ വികസിച്ചാൽ മാത്രമേ വികസിത് ഭാരത് എന്ന് പറഞ്ഞ സാധനം യാഥാർത്ഥ്യമാവുള്ളൂ. ഈ വികസിത ഭാരതത്തിലേക്കുള്ള മുന്നേറ്റത്തിനായി നാം ആവിഷ്കരിച്ച പദ്ധതികളുടെ നേരിട്ടുള്ള ഫലം അവരുടെ ജീവിത ദൈർഘ്യം വർദ്ധിക്കുന്നതിലൂടെയും നമുക്ക് കാണാനാകുന്നുണ്ട്. ഇങ്ങനെ ജീവിത ദൈർഘ്യം വർദ്ധിക്കുമ്പോൾ അവർക്ക് ആരോഗ്യ സംരക്ഷണ അല്ലെങ്കിൽ ആരോഗ്യ സേവന ചെലവുകൾ വർദ്ധിക്കുന്നു എന്നൊരു മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിനെ നേരിടാനായിട്ടും നിരവധി പദ്ധതികൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ? ഹെൽത്ത് കെയർ അക്സസിബിൾ അല്ല ടു ദ പുവർ, അല്ലെങ്കിൽ റൂറൽ ഏരിയക്ക് അക്സസിബിലിറ്റി ഇല്ലായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീം വന്ന ശേഷമാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ അതിന് ഫണ്ട് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഇപ്പം ഇൻഷുറൻസ്, ഫോർ എക്സാമ്പിൾ, പണ്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ട്, നമ്മൾ ആരെങ്കിലും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കെയർ ഇൻഷുറൻസ് എടുക്കുന്നില്ലേ? ഇവിടെ എല്ലാവരും പാപ്പരാവുന്ന എവിടെയാണെന്ന് അറിയാം. ഒരു അസുഖം വന്ന ഒരു ആശുപത്രി ചെല്ലുമ്പോൾ ആ വലിയ വരുന്ന ബില്ലാണ് അവരെ പാപ്പരാക്കുന്നത്. അതിനെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരുടെ ഇടയ്ക്ക് ഇപ്പം സാധാരണക്കാരുടെ ഇപ്പം നമ്മൾ തന്നെ കേരളത്തിൽ സ്ഥിതി എടുത്താൽ എല്ലാ പാവപ്പെട്ട വീട്ടിലുള്ള ആൾക്കാർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഹെൽത്ത് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് സീനിയർ സിറ്റിസൺസിന് വേണ്ടി. 70 ഇയേഴ്സ് മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനെയും പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഹെൽത്ത് സ്കീം പ്രോഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നതുകൊണ്ട് എന്ത് പറ്റി, പലർക്കും ഇപ്പോൾ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ പ്രായമായിരിക്കുന്ന ആൾക്കാർക്ക് പേടിയില്ല. കാരണം എനിക്കൊരു അസുഖം വന്നാൽ എനിക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അപ്പോൾ അത് വരാനുള്ള കാരണം എന്താണ്? കാര്യം എല്ലാ സ്ഥലത്തും പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് എല്ലാം നന്നായി ഡെവലപ്പ് ചെയ്തു, ആക്സസിബിലിറ്റി കൂടി. അപ്പം നമുക്ക് ഈ ഇരിക്കുന്ന നമ്മൾ നോക്കി ഇന്ന് നമ്മൾ നല്ല ആരോഗ്യമുള്ള ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള രാജ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ആൾക്കാരുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കേന്ദ്ര സർക്കാർ പോകുന്നത്. നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നു, നമ്മൾ ലോഞ്ചിവിറ്റി കൂടുന്നു. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പറയുന്ന ലോഞ്ചിവിറ്റി 75 വയസ്സാണ്, നാഷണൽ ലെവൽ കുറവാണ്. പക്ഷേ നമ്മളിപ്പോൾ അതിനെ നാഷണൽ ലെവലിൽ ലോഞ്ചിവിറ്റി റേറ്റ് കൂട്ടുകയാണ്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നു. കേരളത്തിൽ ചൈൽഡ് മോർട്ടാലിറ്റി നല്ല കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന എന്തുകൊണ്ടാണ്? ഇത് ഹെൽത്ത് കെയർ വന്നുകൊണ്ടാണ്. ഹെൽത്ത് കെയർ ഈസ് അവൈലബിൾ, എല്ലാ സ്ഥലത്തും ഹെൽത്ത് കെയർ അവൈലബിൾ ആയതുകൊണ്ടാണ് നമുക്ക് നോക്കുമ്പം നമ്മൾ ആരോഗ്യത്തിൻ്റെ അകത്ത് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന കാശ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു ഹെൽത്തി സിറ്റിസൺസ് വരുമ്പോൾ ഒരു ഹെൽത്തി കൺട്രി ഉണ്ടാവും. നമുക്ക് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ചർച്ച ഇവിടെ സമാപിക്കുന്നു. പങ്കെടുത്തത് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ശ്രീ രഘുചന്ദ്രൻ നായർ. ഏകോപനം ലെമ്മി ജി നായർ. നിർവഹണം സ്മിതി എം പള്ളുരുത്തി.